ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധുമാ വ്ലോഗ്സിന്റെ ഒരു സൂപ്പർ അടിപൊളി ഹാപ്പി വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ബിരിയാണി ഒക്കെ തിന്നപ്പോഴത്തേക്കും എല്ലാവർക്കും എവിടെയും പറഞ്ഞാൽ മതി, പ്രത്യേകിച്ച് നമ്മുടെ കണ്ണാടി സിന്ധുവിന് എവിടെയും പറഞ്ഞാൽ മതി. അയ്യോ, കണ്ണാടി സിന്ധു എന്നുള്ള പേര് വന്നിട്ടില്ലാന്ന് തോന്നുന്നല്ലേ? ഞങ്ങൾ എന്നെ അവളെ കൂടെ അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞു കേട്ടോ. വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞു. ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒത്തുകൂടിയായിരുന്നു കേട്ടോ. എല്ലാവരും ഉണ്ടായിരുന്നു, കുട്ടായൊക്കെ ഉണ്ടായിരുന്നു, പൊന്നമാനൊക്കെ ഉണ്ടായിരുന്നു, അപ്പുറത്തുകാരുണ്ടായിരുന്നു. എല്ലാവരുമായിട്ട് അടിച്ചു പൊടിച്ചിട്ടുണ്ട്. നല്ല വീഡിയോ ആണ്, അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് കാണുക. പിന്നെ അമ്മ ഇവിടെ കുടുംബങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ് അമ്മയെ വിളിക്കാത്തത്. അതെ 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 ശരി. അനിയത്തിനെടുത്ത് പോയിക്കോണ്. അതുകൊണ്ടാട്ടോ പൊന്നമാവൻ വന്ന് കയറി വെച്ചു. എൻ്റെ പെങ്ങളെന്ത് ചെയ്യുന്നു കണ്ടായിരുന്നോ അല്ലേ? അതെ. അപ്പം ഞാനൊരു സമ്മാനം ഒന്നും മേടിച്ച് കൊടുത്തിട്ടില്ല. കിച്ചിക്കൂട്ടന് ഒരു ഉമ്മ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഞാനൊരു കുട്ടി സമ്മാനം കൊടുക്കുന്നുണ്ട്. അതെനിക്ക് ഓൺ ദ വേ കഴിഞ്ഞ ദിവസം ശ്രീക്കട്ട പറയുന്നത് കേട്ടോ. എന്ന് പറഞ്ഞോടൊക്കെ നമ്മുടെ ഓൺ ദ വേ കേട്ടോ. 16-ാം തീയതിയോ 17-ാം തീയതിയോ കിട്ടത്തുള്ളൂ, ഡെലിവറി ആകത്തുള്ളൂ. അപ്പോൾ അന്നേരം ഒന്നുകൂടെ വരാം കേട്ടോ കിച്ചിക്കൂട്ടാ. അന്നേരം ഒരു ബിരിയാണി കൂടെ പറയുന്നുണ്ടല്ലേ. നാളെ എടുത്താതെ ചേട്ടാ അത് തരാം കേട്ടോ. ഉറപ്പായിട്ട് വരും, ഉറപ്പായിട്ട് വരും കേട്ടോ. അപ്പൊ ഇവിടെ ഒരു കുട്ടിപ്പട്ടാളം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അവനെ അവിടെ പുറത്തിറങ്ങി നിൽക്കുന്നത്, അവരെയൊക്കെ യാത്രയാക്കിയിട്ട് വന്നതാണ്. അപ്പൊ വേണ്ടേ എല്ലാവരും ഉണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ ആരും മിസ് ചെയ്യാണ്ട് കാണുക. നല്ല സൂപ്പർ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ പോയി വീഡിയോ ഉണ്ടാക്കാം. ഫോൺ എടുത്ത് ഉടനെ ഇവിടെ കുശുംബികളൊക്കെ കുശുമ്പ് തുടങ്ങി കേട്ടോ. ഓ സൂപ്പർ ഫോണാണല്ലോ. ഇത് പുതിയതാണോ? കുട്ടായുടെ ഫോണിൽ വീഡിയോ എടുത്ത് നോക്കുക കേട്ടോ. എങ്ങനെ ഇന്ന് ഉച്ചയ്ക്കാണ് ഇവിടെ വന്നാലും നല്ല തകർപ്പും കളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പാ കൂട്ടിയും മാ കൂട്ടിയും കാ കൂട്ടിയും താ കൂട്ടിയൊക്കെ ഉള്ള വാക്കുകളുണ്ടായിരുന്നു. ഇവിടെ ഉച്ചയ്ക്ക് ഒരു നല്ല കളി ഉണ്ടായിരുന്നെന്ന്. ഇവര് പിള്ളേര് റോബി, സന്തോഷ്, സിന്ധു എല്ലാരും കൂടെ. അത് താ കൂട്ടി, പാ കൂട്ടി, കാ കൂട്ടി, പിന്നെ താ കൂട്ടി. അപ്പൊ ഞാൻ നിനക്കൊരു അക്ഷരം തരാം. അല്ല എങ്ങോട്ട് അല്ല നിങ്ങളുടെ കളി എന്നാന്ന് ഞങ്ങൾക്ക് കൂടെ മനസ്സിലായല്ലോ അല്ലേ കൂട്ടായി? അല്ലേ വീട്ടിലാരൊക്കെ മാമൻ മാമനും മോനും മരം വെട്ടുക. മരമടി എത്ര രൂപ കിട്ടും? ഇത് കുഴപ്പമില്ലാത്ത കളിയല്ലേ? അതിനെന്നാ മേടിക്കും? നല്ല കളി നടന്നുകൊണ്ടിരുന്നതിനിടെ കറണ്ട് പോയി കേട്ടോ. കൂട്ടായി അനൗൺസ്മെന്റ് ചെയ്തേക്കാം, നല്ല രസമാണ്. അത് ഞാൻ പറഞ്ഞു അവിടെ വിളിച്ചു പറഞ്ഞിട്ടുള്ളൂ. കൂട്ടായി പറയാൻ തുടങ്ങിയത് രസമല്ലേ കേക്ക്. ഓ എന്റെ പൊന്നെ അനിയത്തിയുടെ ഒരു ആണോ? മൈക്ക് കണ്ട ചിലർ എന്റെ പൊന്ന് സിന്ധു അളിയനും അളിയനൊക്കെ ഇപ്പൊ വേറെ ലെവലാവും. അതാ പറഞ്ഞ വേറെ ലെവലാവും. ഞാൻ അളിയനെ പറഞ്ഞല്ലോ. അതെ 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 നല്ല അതെ ഇപ്പൊ വരും. എന്റെ ദൈവമേ. ഇപ്പൊ വരും, ഇപ്പൊ വരും. കട അടച്ചിട്ടില്ല. വണ്ടി കിട്ടാഞ്ഞിട്ടാണോ നിർത്തില്ല. ഇനി സന്തോഷത്തിന് പണി കിട്ടുമോ നിർത്തില്ല പോകേണ്ടി വരും. ഇന്നത്തെ നമ്മളെ ഹാപ്പി വീഡിയോക്കകത്ത് 2-3 പുതുമുഖങ്ങളുണ്ടല്ലേ, സ്റ്റാറുകള്. അപ്പൊ ഈ പ്രാവശ്യം അവരായിരിക്കും സ്റ്റാർ കേട്ടോ. അല്ല പോപ്പിന് എവിടെയോ ഒരു ശകലം ഉണ്ടായിരുന്നു തോന്നുന്നു. ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോയപ്പോഴത്തേനും പോപ്പി ഉണ്ടായിരുന്നു. പോപ്പി എന്നിട്ട് എന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സിന്ധു നന്നായിട്ട് ഓടിക്കുന്നുണ്ട്, അപ്പടിയാ ഫസ്റ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞു. അല്ല അതിനെക്കാട്ടി പിറ്റെന്നറിയാടാ. അതിനെക്കാട്ടി പിറ്റെന്നു ചോദിച്ചാൽ കുറെ പിള്ളേരും ഞാനും എല്ലാവരും നിൽക്കുവാണ് ഗ്രൗണ്ടിലേ. അപ്പോഴത്തേനും പോപ്പി മോളിനെ ഇറങ്ങി വന്നപ്പോൾ ചിരിച്ചോണ്ടൊക്കെ വരുന്നുണ്ട്. എല്ലാം ഈ കൊച്ചിനെ കണ്ടിട്ടോ ഇല്ല. അപ്പോൾ ഇതാരാന്ന് അറിയത്തില്ലോന്ന് ഓർത്തുണ്ട്. ഇവനെ ഞാൻ എന്ന് കണ്ടതെന്നറിയോ? അവൻ്റെ ആദ്യ കുർബാനയുടെന്ന്. അതിപ്പോൾ ചെയ്യുമ്പോൾ എല്ലാം വരപ്പല്ലേ അവിടുന്ന് അവൻ സിന്ധു പറഞ്ഞത് ഇതേത്
കൊച്ച പിന്നെ ഞങ്ങൾക്ക് നമ്മുടെ ഫാമിലി മെമ്പറുള്ള സത്യമാണ്. അവിടെ വന്നിട്ട് ചോദിച്ചേ എന്റെ പരമ്പര കണ്ടപ്പോഴും ചോദിച്ചേ സിന്ധുവയ്ക്ക് എന്നെ മനസ്സിലായില്ലേത് ഞാൻ ബിന്ദുവിന്റെ പോരാത് ദൈവമേ മതി. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ കോഴിമല ബിന്ദുവിന്റെ. നമ്മളവിടെ പോയി ഞങ്ങളവിടെ വന്ന് വീഡിയോ ഒക്കെ എടുത്തായിരുന്നേ. അപ്പം ഇത് ചിന്നു എന്നല്ല ചിന്നു അനറ്റ്. അവള് നമ്മുടെ അനറ്റ് അവള് സെന്റ് ജോൺസ് ഹോസ്പിറ്റലിൽ നേഴ്സിംഗ് പഠിക്കാം കേട്ടോ. അവസാനം കഴിഞ്ഞു. കഴിഞ്ഞു. പിന്നെ പോപ്പിനെ എല്ലാരും പോപ്പിന്നൊക്കെ വിളിക്കുന്നേ. അവന്റെ പേരെന്നാടാ? അലൻ ഷാജി. അലൻ ഷാജി ഇനി നേഴ്സാകാൻ വേണ്ടി പോയേക്കുന്നു ആദ്യത്തെ വർഷം അല്ലേ. സിന്ധുമ്മയ്ക്ക് എന്നേലും വല്ല ഇതൊക്കെ വന്നാൽ 2 പേര് ഇഞ്ചക്ഷനൊക്കെ തരാനായിട്ടുണ്ട്. ഇനി അടുത്ത് അയ്യോ വേണ്ട. അല്ല ശ്രുതിമോള് പഠിച്ചു കഴിഞ്ഞപ്പോ ഇഞ്ചക്ഷൻ കിട്ടുമെന്ന് ഓർത്തു. പക്ഷെ അവൾ ഇവിടെ നിൽക്കാത്തതുകൊണ്ട് കിട്ടിയില്ല. ഇനി വേണ്ട ഇഞ്ചക്ഷന്റെ ഒരു കുറവുണ്ടെന്നൊക്കെ എന്റെ നാത്തും പറഞ്ഞോണ്ട് പാവ സിന്ധുമ്മ എന്നൊക്കെ പറയുന്നവരൊന്ന് കേട്ടോ വെച്ചിരിക്കുന്നു. അപ്പൊ കുറെ ദിവസമായില്ലായിരുന്നു എല്ലാവരും എന്റെ വീഡിയോക്കകത്ത് രക്തത്തിനെ കണ്ടിട്ട് ദുബായി ഒക്കെ കറങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ഇച്ചിരി എന്നാ പറയുന്നത് ഒരു ശകലം നിറം കൂടിയിട്ടുണ്ട്. അല്ലാണ്ട് വണ്ണമൊന്നും വെച്ചിട്ടില്ല. ദുബായ് ഫുഡൊന്നും കഴിച്ചിട്ട് മച്ചോ ആണോ? അവിടെ നല്ലതായിരുന്നല്ലേ എഴുതി? വരണ്ടായിരുന്നല്ലേ? സുഖമായിരുന്നു. ചേർത്തി എല്ലായിടത്തോടെ കറക്കിയല്ലേ? പിന്നെ കുട്ടായി ആണെങ്കിൽ കുട്ടമ്മോനാണെങ്കിൽ അളിയൻ വരാത്തതിന്റെ ഒരു സങ്കടത്തിരിക്കുന്നു. അയ്യോ ചിപ്സ് ഫുള്ള് നേരത്തോടെ അളിയന് വെച്ചിട്ടില്ലേ? അപ്പൊ ഇന്ന് നമ്മളിവിടെ എല്ലാരും കൂടെ കൂടിയേക്കാണ് കേട്ടോ. സന്തോഷിന്റെ അവിടെ സന്തോഷോടെ ഒരു പാട്ട് വരാൻ പറഞ്ഞപ്പോ അവൻ മഴ കാരണം എന്റെ എന്നാ പോയിരിക്കുക സ്വരം പോയിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മളതിന് വിട്ടുകൊടുക്കുകയല്ല. നമ്മളെല്ലാത്തിനും കൊണ്ടും പാട്ടൊക്കെ പഠിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ സ്റ്റാർ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇന്നിവിടെ കൂടിയേക്കുന്നതിന്റെ മെയിൻ സ്റ്റാർ നമ്മുടെ കിച്ചിക്കോട്ടനാണ് കേട്ടോ. എല്ലാത്തിനും എന്താടി അതെന്താടി അയ്യോ അല്ല അവരെ നമ്മൾ ഇന്നലെ വീഡിയോക്കകത്ത് കാണിച്ചതല്ലേ. അപ്പം കിച്ചുകുട്ടൻ നല്ല മിടുക്കനായിട്ട് പഠിച്ച് ഫുൾ A+ മേടിച്ചതിന്റെ ഒരു ബിരിയാണി തരാന്ന് പറഞ്ഞുകൊണ്ട് അല്ലേ കൂട്ടായി നമ്മളൊക്കെ വന്നിരിക്കുന്നത്. അല്ല പിന്നെ അല്ല അടുത്ത പ്രാവശ്യം നമ്മൾ അങ്ങോട്ടേക്ക് വരും. എന്തിയാ അവളെ കിട്ടിയില്ലല്ലോ. അതാ അതെ സുനിൽ പാപ്പാക്ക് ഒന്ന് വന്നോട്ടല്ലേ. അയ്യോ അമ്മാവനെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞേക്കുന്നത് കേട്ടോ. ചിപ്പി പിന്നെ നമ്മുടെ അപ്പുറത്തെ ബിന്ദുവും ബിനോയിയൊക്കെ. പിന്നെ മോളി റോസ് മോൾ ഇല്ലല്ലേ. എന്നാ ഫംഗ്ഷൻ ഉണ്ടെങ്കിലും നമ്മുടെ റോസ് മോൾ കാണുന്നതാണ്. റോസ് മോൾ ഇന്നില്ല. പിന്നെ അടുത്ത വർഷം നമ്മൾ ഇതേപോലെ എവിടെയാണ് ആഘോഷിക്കുന്നത്? അടുത്ത വർഷം നമ്മൾ 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് വരുമ്പോൾ ഒരിടത്ത് ആഘോഷിക്കല്ലേ A+ വരുന്നത്. ഒരാൾ ചെരിഞ്ഞിരിപ്പുണ്ട് കേട്ടോ. ആ ആളുടെ നമ്മൾ ആഘോഷിക്കുന്നത്. അതെ +2 വരും. അപ്പം പിള്ളേരെല്ലാം നല്ല എൻ്റെ ദൈവം നന്നായിട്ട് പഠിക്കട്ടെ ടീച്ചറാ. അവൻ ആറിലാതല്ലേ ഉള്ളൂ. കുട്ടായി വരുന്നത് കേട്ടോ. കുട്ടായി ചെറുപ്പത്തിൽ കണ്ടതാ എല്ലാരെയും. ചിന്നുനെ ഞാനൊന്ന് ആദ്യം തീരുമാനിക്കേണ്ടതാ. എനിക്ക് കണ്ടിട്ടില്ല. ഞാൻ ഈ സെന്റ് ജോൺസിലൊക്കെ പോകുമ്പോൾ നോക്കും ഇവിടെ കാണാം. പക്ഷെ അങ്ങനെ കണ്ടാലും എനിക്കറിയത്തില്ലായിരുന്നു അല്ലേ. അവൻ എബി പറയട്ടെ. അളിയൻ വന്നാലേ ഇവിടെ പാട്ട് വരുത്തണം തോന്നുന്നു കേട്ടോ. എന്നിട്ട് അളിയന്റെ സ്ഥിരം പാട്ടുകൾ തന്നെ ഇത് പാടിക്കൊണ്ടിരിപ്പുണ്ട്. ഏതൊക്കെ പാട്ടാടി അളിയ ചിറ്റപ്പ പാടുന്നേ? ചെല്ലുപ്പ എന്നാ സിന്ധു ഇവരെല്ലാരും പാടാൻ പണ്ടുവല്ലേ മാറി നീ ഒരു പാട്ടങ്ങ് പാടും. അല്ല പിന്നെ ഇത്രയ്ക്ക് ഇത് മനുഷ്യൻ അതാരാടി? സ്നേഹം നിറഞ്ഞ എല്ലാവർക്കും ഇന്ന് എന്റെ മോന്റെ എല്ലാരും ഭയഭക്തി ബഹുമാനത്തോടെ ഒന്ന് എണീറ്റ് എന്റെ അമ്മാവനെ കണ്ടപ്പോ
ആ പുറകെ അമ്മായി ഉണ്ട് കേട്ടോ. ഓ ഇന്ന് എല്ലാരും പുതുമുഖങ്ങളാണല്ലോ, നമ്മുടെ വീഡിയോക്കകത്ത് നിറച്ച പുതുമുഖങ്ങളാണല്ലോ. മായോ ഇരിക്കോ എന്നാ അമ്മായിക്ക് പ്രത്യേക സീറ്റ് നൽകിക്കൊണ്ട് നമ്മുടെ ഈ പരിപാടി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട നമ്മുടെ അമ്മാവനെ ക്ഷണിക്കുന്നു. മോനും എന്ത് ചെയ്യുന്ന എല്ലാരെയും ഒന്ന് നോക്കി കേട്ടോ. എന്നിട്ട് മോനും എന്ത് ചെയ്യുന്നു, മോനുവിനെ കണ്ടില്ല. അവിടെ അവിടെ ചെന്നിട്ട് കഴിച്ചു. ഇവളിവിടെ വന്നപ്പോഴും നമുക്കും മഴ കിട്ടി. അതാണ് നമുക്ക് മഴയില്ലായിരിക്കുമല്ലോ. നമ്മളെല്ലാവരും ഇന്ന് കൂടിയത് നമ്മുടെ കിച്ചൂസിന്റെ ഇത്രയും എല്ലാ വിഷയത്തിനും ഫുൾ A+ മേടിച്ച് ഒരു സന്തോഷം സ്കൂളിനും നമ്മുടെ ഈ നാടിനും നമ്മുടെ ഈ വീടിനും നമ്മുടെ കുടുംബക്കാർക്ക് എല്ലാവർക്കും ഒത്തിരി സന്തോഷം. ഒരു മാതൃകയായ അവന് വേണ്ടി 2 വാക്ക് സംസാരിക്കാൻ നമ്മുടെ സുല്ലളിയനാണ് യോഗ്യൻ. കാരണം അത്യാവശ്യം അറിവ് കർമ്മങ്ങൾ ചെയ്യാനും കഴിവും ഉള്ള കഴിഞ്ഞ 2 വാക്ക് നിങ്ങളോട് എല്ലാവരോടും കിച്ചുവിന്റെ ഈ ഒരു സന്തോഷത്തില് ഈ ഫാമിലിയുടെ അവരുടെ കുടുംബത്തിന്റെ അല്ലെങ്കിൽ ഈ സ്കൂളിന്റെ പറ്റിയൊക്കെ സംസാരിക്കാനായിട്ട് നമ്മുടെ സുല്ലളിയനെ ഞാൻ ക്ഷണിക്കുന്നു. നമ്മളിന്ന് ഇവിടെ ഒത്തുകൂടിയൊക്കെ എല്ലാന്ന് ചോദിച്ചാൽ ഞാൻ ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ട്. അപ്പം കിച്ചുവിന് 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് ഫുൾ A+. അപ്പം നല്ലൊരു വിജയ ശതമാനമായിരുന്നു നമ്മുടെ സ്കൂളിലുണ്ടായിരുന്നത്. അപ്പൊ അതിനകത്ത് അവരൊരു നല്ല ഒരു വിജയം കൈവരിച്ചു. എല്ലാവിധ അഭിനന്ദനങ്ങളും അവന് നേരുന്നു. പിന്നെ ചുമ്മാ കിട്ടത്തില്ലല്ലോ, അതുപോലെ നല്ലപോലെ പഠിക്കുകയും രാത്രിയിലാണെങ്കിലും പുറക്കളച്ച് പഠിക്കുകയും ചെയ്ത പിള്ളേർക്കാണ് ഇത് കിട്ടത്തുള്ളൂ. ഹാർഡ് വർക്ക് ചെയ്ത കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചു ഇനി മുമ്പോട്ടേക്ക്. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ അന്നൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് 210 മാർക്ക് മതിയായിരുന്നു. അതുപോലെ എനിക്ക് നേടാൻ പറ്റിയില്ല. പറ്റില്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്റെ അളിയൻ ജയിച്ചിട്ടുണ്ട് കേട്ടോ. അതെ, നമ്മുടെ സന്തോഷം ഒരു അഭിനന്ദനം ഈ പ്രാവശ്യം. കാലഘട്ടം വന്നു പോകരുത്. കാരണം നമുക്ക് കഞ്ഞിയില്ല, വെള്ളമില്ല, അന്ന് സ്കൂൾ കഞ്ഞിയൊന്നുമില്ല, സ്കൂളിലൊന്നും കഞ്ഞിയൊന്നുമില്ല, സ്കൂളിലൊന്നും കഞ്ഞിയില്ല, അത് യൂണിഫോം ഇല്ല. അത് യൂണിഫോം ഇല്ല. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് യൂണിഫോം ഇല്ല. യൂണിഫോം ഇടുന്നത് പിന്നെ ഡ്രസ്സ് ഇടുന്നത് നല്ല ഡ്രസ്സ് ഇടുന്നത് വലിയ വലിയ ആൾക്കാരുടെ മക്കളാണ്. അപ്പൊ നമ്മൾ വീടിന് തുന്നി തയ്ച്ചത് മറ്റേ ഇതിനകത്തല്ലേ കൈത്തയ്യിൽ തയ്ച്ചാണ് നമ്മൾ കൊണ്ടുപോയത്. അങ്ങനെ ചിലപ്പോ ചോറ് കൊണ്ടുപോകുമ്പോ ചോറ് ഇങ്ങനെ മറ്റേ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ചിലപ്പോ ചോറ് വഴി പോകും. അല്ല, പണ്ടൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോ റോഡിൽ കിടക്കും ചോറ്. ശരിയത്. പട്ടിണി. അതെ, പട്ടിണി എന്ന് പറയാൻ കാര്യം ചോറില്ല. ചോറിനകത്ത് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ പാവയ്ക്കായോ കോവയ്ക്കായോ പറമ്പിലുണ്ടാകുന്ന ചേമ്പലയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കറി. A+ മേടിച്ചത് ഇപ്പം A+ മേടിച്ചത് കിച്ചനാണ് നമ്മളെ കൂടിയൊക്കെ നമ്മള് മറന്നുപോയ കുറെ കാര്യങ്ങളുണ്ട്. ബാക്കി കുറെ പിള്ളേരും ഉണ്ട്. അല്ല, ബാക്കി നമ്മുടെ കുടുംബത്തിൽ ഇപ്പൊ ഇരിക്കുന്ന കുഞ്ഞുങ്ങളിൽ പോപ്പി ഫുൾ A+ മേടിച്ചാണ്. അതിന്റെ പിന്നെ അനിയത്തിമാരുണ്ട്, എല്ലാരും ഉണ്ട്. ചിന്നുവിനെ കണ്ടിട്ട് അനീത്തിയാന്ന് തോന്നി. നീ കുഞ്ഞല്ലേടി. അപ്പൊ ചിന്നുവിന് എത്രയായിരുന്നു A+? 8 A+. ചിപ്പിക്കോ? അപ്പം പോപ്പിക്ക് ഫുൾ A+. അപ്പൊ ഇനി 2 പേര് ഇതെല്ലാം കേട്ടിരിപ്പുണ്ട്. അവരും ഫുൾ A+ തന്നെ മേടിച്ചോണം കേട്ടോ. പിന്നെ അതെ, നമ്മുടെ നീതിമോളക്കോടി ആശുപത്രിയിലൊക്കെയാണ്. ശരിയാ. അല്ല, ശരിയാ. ശരിയാ. അതെ, ശ്രുതിയൊക്കെ ആണേലും നല്ല. നിധി അന്നേരം എന്നോട് ആശ്രയായിരുന്നു അല്ലേ? അതെ, എൻ്റെ പൊന്നെ ഓർക്കുന്നുണ്ട്.
എനിക്ക് അന്ന് സെക്കൻഡ് ക്ലാസ്സും ഫസ്റ്റ് ക്ലാസ്സും. അന്നത്തെ 210 എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു കാർഡ് കലാസം. എടി എവിടെ ഒരു അമ്മാവൻ വന്നിട്ടേ പോയി ഭക്ഷണം കൊടുക്കണം. കഴിക്കുന്നുണ്ടോ അയ്യോ അല്ല വന്നപ്പോ തുടങ്ങി ഉടക്കാം. അല്ല വന്നപ്പോ തുടങ്ങി എന്നോട് ഉടക്കാം കേട്ടോ. പെങ്ങളെ കണ്ടില്ല, പെങ്ങളെ കാണാത്തതിന്റെ ഒരുതുണ്ട്. പെങ്ങള് നമ്മുടെ ഉപ്പരമ്മേനാണ് കേട്ടോ. ഉപ്പരമ്മ അനിയത്തിന് വീട്ടിൽ പോയിരിക്കുകയാണ്. എനിക്ക് ഹോട്ടലിലെ കൊടുക്കണല്ലേ ഗോപി? അത്രക്കില്ല, അല്ല അത്രക്കില്ലെന്ന് നോക്കി. ഇങ്ങനെയല്ലേ ഹോട്ടലിൽ കിട്ടുന്നേ, ഒരു വേറൊരു പാത്രത്തിലൊക്കെ വെച്ച് സെറ്റാക്കി അല്ലേ? ഹോട്ടലിലെ കൊടുക്കല്ലേ? സൂപ്പർ. കഴിച്ചു കഴിച്ചു കഴിച്ചു. ബിരിയാണിയുടെ കൂടെ നല്ല ടച്ചിങ്സ് കൂടെ ഉണ്ടല്ലേ. നല്ല അടിപൊളി ഐസ്ക്രീമും ഉണ്ട് കേട്ടോ. ചിപ്പിമോൾ എല്ലാവർക്കും സെറ്റാക്കുന്നു. നല്ല പാത്രത്തിനകത്തൊക്കെ സെറ്റാക്കുന്നുണ്ട്. പിന്നെ അമ്മാവനെ അമ്മായിയെയും കിട്ടിയ എൻ്റെ ഫോട്ടോഷൂട്ടാണ് ഇവിടെ കേട്ടോ. ഭയങ്കര ഫോട്ടോഷൂട്ടാ. എല്ലാവരും മാറി മാറി ഇത് ഫോട്ടോ എടുക്കുന്നു. ഒരാൾ നോക്ക്, ഞാൻ അപ്പുറയുന്ന ഒരു ഫോട്ടോ എടുത്തത് എന്നെ തള്ളി മാറ്റിയതാ. ദൈവമേ മതി. മോളമ്മയുടെ കുട്ടായുടെ കല്യാണ ബ്രോക്കർ പൊന്നമ്മാനാന്ന് പറഞ്ഞുകൊണ്ടുള്ള ചർച്ചയാണ് കേട്ടോ. എന്താ ഇൻട്രസ്റ്റ് കേൾക്കാൻ കഥകൾ. കേട്ടോ ഒരു 3 മാസം കഴിയുമ്പോഴല്ലോ കുട്ടാ എങ്ങനെയാണെന്ന് അറിയോ? സാപ്പാടുമില്ലാതെ ഞാൻ എങ്ങനെ വന്നറിയോ? പറഞ്ഞു യൂണിഫോം നോക്കട്ടെ, വണ്ടിക്കൂലി കൊല്ലം കൊടുത്തു. കോഴിമലക്കാര് പോവാണ് കേട്ടോ. അതെ കൂട്ടായി, അതെ അതെ കിട്ടിയ സമയത്തിന് രാത്രിയോട് കൂടിയത് അല്ലേ? ഞാൻ എപ്പോഴും മോളെ പറഞ്ഞു എന്നറിയോ? നാളെ പറയും അവളെ വീട്ടുകാരെല്ലാം പോയിട്ട് എല്ലാരും കൂടെ ഞാൻ എന്നെ വീട്ടിൽ ഒറ്റപ്പെടുത്തി നമ്മൾ പറയും. എന്റെ മതി മതി. കുറച്ചൊരു ഉമ്മ കൊടുക്കേ ഓക്കെയാണ് കേട്ടോ. ഇഷ്ടമുള്ള ചെരുപ്പെടുത്തോളെ, ഇഷ്ടമുള്ള ചെരുപ്പെടുത്തോളെ എന്തു പറയുന്നത് കേട്ടോ. അപ്പം നമ്മുടെ കൂടെ എൻ്റെ കൂടെ പഠിച്ച് ലൈസൻസ് എടുത്ത് നമ്മുടെ പോപ്പിക്കൊട്ടം വണ്ടി ഇറക്കിക്കൊണ്ട് പോകുന്നതാണ് കേട്ടോ. അതായിരുന്നു നല്ലത്. അതെ, അവള് നാളെ പോവാണ് കേട്ടോ. ആ ചേട്ടായിക്ക് അത് ഇഷ്ടമാടി. ആ ചേട്ടായിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ സന്തോഷിൻ്റെ കൂടെ പോയിട്ടൊക്കെ വന്നു കേട്ടോ. സന്തോഷിൻ്റെ കൂടെ എന്നാ പറയുന്നത്, ഭയങ്കര സന്തോഷമായിരുന്നു. കുറച്ച് സമയമുണ്ടെങ്കിലും എൻ്റെ തലമുടിയൊക്കെ ഇരിക്കുന്നുണ്ടോ. ഞാൻ ഹെൽമെറ്റ് വെച്ച് വണ്ടി ഓടിച്ചുകൊണ്ട് വന്നതിൻ്റെയാണ് കേട്ടോ പതുങ്ങിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ പുറയിൽ വെച്ച് ചേട്ടായിനെ കൊണ്ടു കേട്ടോ. ചേട്ടായി അവിടുന്ന് ചേട്ടായിക്ക് പുറകിൽ കയറി ഇരിക്കാനുള്ളൊരു മടി കാരണം ചേട്ടായി വണ്ടി എടുത്തോണ്ട് വന്നു. അവിടുന്ന് നമ്മൾ താഴെ ആ റോഡിൽ വരെ ഇറക്കി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഓടിക്കാൻ ചേട്ടായി എന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടായിനെ പുറകിൽ വെച്ചുകൊണ്ട് വന്നു കേട്ടോ. ഇവിടെ വരെ വന്നു. ഒത്തിരി സന്തോഷം. ദൈവമേ മാതാവിനും അമ്മ മാതാവിനും ദൈവത്തിനും എല്ലാം നന്ദി പറയുന്നു. കാരണം തമ്പുരാൻ്റെ ഒരു കൃപയെന്നല്ലാണ്ട് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ സൈക്കിൾ ബാലൻസ് പോലിടാൻ ഞാനല്ല. എനിക്ക് ഭയങ്കര അത്ഭുതമാണ് തോന്നുന്നു കേട്ടോ. രാത്രിയിൽ ഓടിക്കാൻ നമുക്ക് ഒന്നാമത് നന്നായിട്ട് എക്സ്പീരിയൻസ് വേണം കേട്ടോ. അപ്പോൾ എന്തായാലും ചേട്ടായിയായിട്ട് ചേട്ടൻ്റെ ബാക്കിലിരുത്തി ഇവിടെ വരെ കൊണ്ടുവന്ന് ഒത്തിരി സന്തോഷം. അപ്പോൾ എനിക്കുള്ള സന്തോഷം എന്നാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാറുണ്ടല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ഇതൊക്കെ വല്ല ആനക്കാര്യമാണോ എന്നൊക്കെ ചിലരൊക്കെ ചിന്തിക്കും. പക്ഷേ എനിക്ക് വലിയ കാര്യം തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെ അവിടെ നിന്നാണല്ലോ ഫസ്റ്റ് ഞാൻ രാത്രിയിൽ ആദ്യമായിട്ട് അവിടെ നിന്നാണ് വന്നത് എന്ന് പറഞ്ഞാൽ ഇന്നും രാത്രിയിൽ ഇപ്പോൾ അവിടുന്ന് വന്നു. ഓക്കെ,
പിന്നെ എല്ലാവരുമായിട്ട് കുറച്ച് സമയമുള്ളതിലും അടിച്ചു പൊളിച്ചു. വൈൻഡപ്പ് എടുക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. എന്നതാ പറയുന്നത്, ഈ പറഞ്ഞവർക്ക് ധൃതി പിടിച്ച് ഞാൻ ഇവിടെ വന്നു തൊഴിലുറപ്പും കഴിഞ്ഞ് വന്നിട്ട് പോകാനായിട്ട് ഒരുങ്ങിയിരുന്നിട്ട് മഴയായിരുന്നു. കരണ്ടും പോയി. അപ്പോൾ ഇൻട്രോ എടുക്കാനോ ഒന്നും പറ്റിയില്ല, അങ്ങോട്ട് പോകാമെന്ന് പറയാനോ ഒന്നും പറ്റിയില്ല. എന്നിട്ട് കിച്ചുകൂട്ടിന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ്, ഒരു ടീഷർട്ട് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകാമെന്നൊക്കെ ആയിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ മഴ കാരണം ഒരു രക്ഷയില്ല. ലാസ്റ്റ് ഞാൻ ചേട്ടായിട്ട് ഇവിടെ ഇരുന്ന ഒരു കോട്ടും ഒരു പാൻറ്റും ഒക്കെ എടുത്തിട്ടാണ് പോയത്. അപ്പോൾ കണ്ട ഒരു കോമാളി വേഷമായി. കാരണം ചുരിദാർ, ടോപ്പ്, പിന്നെ അതിൻ്റെ പുറത്തൊരു കോട്ട്, വേറെ ഒരു മറ്റേ ഇതിൻ്റെ മഴ നനയായിരിക്കുന്ന ഒരു പാൻറ്റ്. അപ്പം പിന്നെ എങ്ങനെയാണ് കടകളിലൊക്കെ ഇറങ്ങിയത് ഇറങ്ങിയില്ല. അതെല്ലാം ഇട്ടാറുമായിരുന്നു, സന്ധ്യ ആകാറായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം എന്തായാലും മഴയൊന്നും വലിയതേ നനഞ്ഞില്ല. ഇച്ചിരിയൊക്കെ ടോപ്പൊക്കെ നനഞ്ഞതുള്ളായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര സന്തോഷമായി. എല്ലാവരും കൂടി ഒന്ന് ഇതായപ്പോൾ ഒത്തിരി സന്തോഷം കേട്ടോ. നമ്മുടെ ഇവിടെ ഉപ്പാരമുള്ളവർ മാത്രമേ വിളിച്ചുള്ളൂ കേട്ടോ. അപ്പം അമ്മയില്ലായിരുന്നു, പൊന്നമാനൊക്കെ ഉണ്ടായിരുന്നു. ഉള്ള സമയം അടിച്ചു പൊളിച്ച് സന്തോഷമായി കേട്ടോ. നിങ്ങളെല്ലാവരും കണ്ടില്ലേ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കൊക്കെ ചെയ്യണം. പിന്നെ ഇനിയും മുമ്പോട്ടേക്ക് അവന് നല്ല രീതിയിൽ നല്ല വിദ്യാഭ്യാസം കിട്ടാനായിട്ട് ദൈവത്തോടെ എല്ലാവരും പ്രാർത്ഥിക്കണം. എന്തായാലും ആ കുഞ്ഞ് അങ്ങനെ ഒരു നല്ലൊരു മാർക്ക് മേടിച്ചുകൊണ്ടാണല്ലോ നമുക്കൊരു നേരത്തെ ഫുഡാണെങ്കിലും അവിടെ പോയി ആഘോഷമായിട്ട് എല്ലാവരും കൂടെ കഴിക്കാനൊക്കെ പറ്റിയത്. അതൊക്കെ ഒരു ഭാഗ്യമല്ലേ. സത്യമാണ്. കൂടപ്പുറപ്പുകളുടെ വീട്ടിലാണെങ്കിലും നമുക്ക് കയറിപ്പോയി ഒരു നേരം കഴിക്കാൻ കിട്ടണമെങ്കിൽ ഭാഗ്യം വേണമെന്ന് ഈ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി എന്നോട് പറഞ്ഞാൽ അത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു. കാരണം കൂടപ്പുറപ്പുകളൊക്കെ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വിളിക്കുകയോ ഫുഡ് കൊടുക്കുകയോ അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരു ഇതാണ് ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ. നിങ്ങളിങ്ങനെ കാണിക്കുന്ന കാണുമ്പോൾ ഒത്തിരി സന്തോഷമെന്ന് പറഞ്ഞു. അതിപ്പോൾ എൻ്റെ മനസ്സിലോട്ട് പെട്ടെന്ന് വന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം ഉള്ള സമയം സന്തോഷിച്ചിട്ടൊക്കെ വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റിൻ്റെ കൂട്ടത്തിലും ആ ബെൽ ബട്ടൺ ഒന്ന് ഇടിച്ചു പിടിച്ചാൽ കേട്ടോ.